ഹായ് ഗായ്സ്, ഇന്നലെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് അമ്മയുടെയും ബർത്ത്ഡേ. അപ്പോൾ രാത്രിയായപ്പോൾ അനിയനും ഹസ്ബൻഡും കൂടിയിട്ട് കേക്ക് മേടിക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു കേക്കൊന്നും വേണ്ടാന്ന്. അപ്പോൾ അവർ പറഞ്ഞു കേക്ക് മേടിക്കരുതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു കേക്ക് വേണ്ടാന്ന്. അങ്ങനെ കുറച്ച് നേരത്തെ തർക്കത്തിലൊടുവിൽ അവസാനം അമ്മ പറഞ്ഞു എങ്കിൽ നമുക്ക് കേക്ക് വേണ്ട, അതിന് പകരം വല്ല ഫുഡും മേടിച്ച് കഴിക്കാമെന്ന്. അപ്പോൾ ആ ഐഡിയ കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നിയിട്ടോ. അപ്പോൾ നമ്മൾ ഓർത്തു എങ്കിൽ പിന്നെ നമുക്ക് പോയി മന്തി കഴിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ അതിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന കേട്ടോ ഈ കാണുന്നത്. നമ്മൾ മന്തി കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കരയ്ക്ക് അടുത്തുള്ള പെരിങ്ങാലയിലെ അൽബാൻ യമൻ മന്തി എന്ന് പറഞ്ഞിട്ടൊരു മന്തി ഷോപ്പിലാട്ടോ. നമ്മൾ വന്ന് ഓർഡറൊക്കെ കൊടുത്ത് ഇരിപ്പായി. നമ്മൾ അൽഫാം മന്തി ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഷോപ്പിലെ അൽഫാം മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിപ്പിക്കും നമ്മുടെ ഐറ്റം വന്നു. ഇന്നിപ്പോൾ ആദ്യമായിട്ടോ നമ്മൾ ഇവിടെ വന്നിരുന്ന് മന്തി കഴിക്കാൻ പോകണേ. സാധാരണ എല്ലാ മാസവും നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് മന്തി മേടിച്ചിട്ട് വീട്ടിൽ പോയിരുന്നിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു എങ്കിൽ അവിടെ പോയിരുന്ന് കഴിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പും ഞങ്ങളുടെ വീടും തമ്മിൽ നല്ല ദൂര വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് വന്ന വഴിക്ക് കുറേ മന്തി ഷോപ്പുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ മന്തി ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെ വന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇന്നും നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും എന്നോട് വന്നപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി. കാരണം നിറയെ വണ്ടിയാണ്, നമുക്ക് വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ അവരോട് പോയി ചോദിച്ചിട്ട് അവിടെ ഇട്ടിട്ടാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ സ്ഥലം കിട്ടാത്ത കാരണം. അപ്പോൾ നമ്മളോർത്തു ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കൽ നടക്കില്ല, അപ്പോൾ അതുകൊണ്ട് മേടിച്ച് വീട്ടിൽ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പക്ഷേ നമ്മൾ കയറി നോക്കിയപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. കൂടുതൽ പേരും വന്ന് മേടിച്ചിട്ട് പോകുമായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് വയറ് നിറച്ച് മന്തിയും കഴിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ആമ്പലുമോളത് അംഗം വെട്ടും കഴിഞ്ഞ് ക്ഷീണിച്ചിരിപ്പാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ട് അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് അപ്പോഴത്തേക്കും തിരക്കൊക്കെ മാറിയായിരുന്നു. അവിടെ സ്പേസൊക്കെ ആയിട്ട് വണ്ടി ഇറങ്ങോടത്ത് നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴേക്കും 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടായി പറഞ്ഞെങ്കിൽ നമുക്കൊരു നൈറ്റ് റൈഡ് പോകും. ഏട്ടായി വർക്ക് ചെയ്യണത് കൊച്ചിൻ റിഫൈനറി അമ്പലമുകളിലാട്ടോ. അപ്പോൾ അവിടുത്തെ കമ്പനിയൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ആ വഴിക്ക് റൈഡൊക്കെ പോയിട്ട് രാത്രി 10 മണിക്ക് ശേഷമാണ് നമ്മളൊന്ന് വീട്ടിൽ കയറിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.